എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാനൊരു ദേവദാസനെ പരിചയപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നമ്മളെല്ലാം ദൈവത്തോട് ഇങ്ങനെ എന്താ പറയുക, വലിയ 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 കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ദൈവമേ, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കരുത്, നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഇദ്ദേഹം എന്നോട് പറയുവാനായിട്ടിടയായി. അപ്പോൾ ഇത് കേട്ടപ്പോൾ അന്നേരം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഇദ്ദേഹം എല്ലാം ബ്ലെസ്സിങ്സ് 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 മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതെന്താ എല്ലാം ഈ ബ്ലെസ്സിങ്സ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കങ്ങ് തോന്നുവാനായിട്ടിടയായി. അന്ന് അദ്ദേഹം വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും ഇദ്ദേഹം ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം പറയത്തുള്ളൂ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹം ഏത് ലെവലിലാണോ ചിന്തിക്കുന്ന ആ ലെവലിൽ തന്നെയാണ് പുള്ളിയുടെ ജീവിതം പോകുന്നതെന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ഹയർ ലെവലിൽ അദ്ദേഹം ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾക്ക് ഉപദേശം തരുന്നതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയും അത് സമൃദ്ധിയുടെ സുവിശേഷമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് സമൃദ്ധിയുടെ സുവിശേഷമല്ല. പുള്ളി ഒരു എന്താ പറയുക, വിശ്വാസത്താൽ അല്ലേ, വിശ്വാസമാണ് ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ പുള്ളിയുടെ വിശ്വാസം എന്ന് പറയുന്നത് ചെറിയ ലെവലിലല്ല, ഹയർ ലെവലിലുള്ള വിശ്വാസമാണ് പുള്ളി കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു അമേരിക്കക്കാരത്തെ ഒരു മദാമനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മദാമയുടെ കുടുംബം എന്ന് പറയുന്നതും അവരും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരാണെന്ന് വെച്ചാൽ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് ആണ് അവരും. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക, ചിലപ്പോൾ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇവരുടെ ഒരു ഇതൊക്കെ ഇടാറുണ്ട്, ഇവർ വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം പറയുന്നു, ഈ പുള്ളിക്കാരത്തെ ബൈബിൾ വായിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മിനിസ്ട്രി തന്നെ ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അന്ന് ഞാൻ വിചാരിച്ചു, അന്ന് അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇദ്ദേഹം ഇത്ര ലെവലിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകൾ പോയത് അങ്ങോട്ട്. ഇപ്പം അദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണ്, അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിനനുസരിച്ച് ഇദ്ദേഹം മിനിസ്ട്രിയിൽ മുഴുവൻ വലിയ കാര്യങ്ങൾ മാത്രമേ ഇദ്ദേഹം പറയാറുള്ളൂ. എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കും, മിനിസ്ട്രിയിൽ ദൈവം നമ്മളെ അങ്ങനെ ഉയർത്തും, ഇങ്ങനെ ഉയർത്തും, ഇതൊക്കെ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതുമെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും കണ്ടതും ഞാൻ എന്താ പറയുക, ഞാൻ സാക്ഷീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവദാസൻ്റെ ഒരു മെസ്സേജ് കേൾക്കുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജിൽ നിന്നും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ചില മെസ്സേജുകളൊക്കെ കേട്ടാൽ നമ്മൾക്കങ്ങ് ഉള്ളതും കൂടെ അങ്ങ് പോകുന്ന മെസ്സേജുകളാണ്. എന്നാൽ ഇതങ്ങനെയല്ല, ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് നല്ല പോസിറ്റീവ് ലെവലിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫും ആ ഒരു ദേവദാസൻ്റെ ലൈഫും ഒക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യുവാനായിട്ടിടയായി. അപ്പോൾ ഈ കമ്പയർ ചെയ്തിരുന്നപ്പോഴാണ് എന്തോ എനിക്കറിഞ്ഞുകൂടെ, കഴിഞ്ഞ ദിവസം ദൈവവും ഇങ്ങനെ ആ ഒരു വിഷയം തന്നെ ഇങ്ങനെ സംസാരിക്കുവാനായിട്ടിടയായി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റ് ക്രോണിക്കൽസ് 4-ാം അധ്യായം, അതായത് 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് 9-ാമത്തെ വാക്യം തൊട്ട് നമ്മൾക്കൊരു വ്യക്തിനെ ഒരു ചെറിയ പാസേജിനകത്ത് നമ്മൾക്കിന്ന് കാണുവാനായിട്ട് കഴിയും. ആരാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആരാണ്. യബ്ബേസ് അല്ലേ, ജബ്ബേസ്ന്നോ അങ്ങനെ മലയാളത്തിൽ യബ്ബേസ് എന്ന് വിളിക്കും, ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ ജബ്ബേസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ ആരാണെങ്കിലും നമ്മൾക്ക് ആളെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ യബ്ബേസിൻ്റെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യബ്ബേസിനെ കുറിച്ച് ചെറിയൊരു വിവരണമേ ഉള്ളെങ്കിലും അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യമുണ്ട്. യബ്ബേസിന് ആ ഒരു പേര് എങ്ങനെ ഇട്ടത്? അമ്മ ഇടുവാനുള്ള കാരണം എന്താണ്? ഇത് ശപിക്കപ്പെട്ടവൻ, വ്യസനപുത്രൻ എന്ന് പറഞ്ഞിട്ടത്. അവന് പ്രസവിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒത്തിരി വേദന ഉണ്ടായി, അതിൻ്റെ പേരിലാണ് അവന് ആ ഒരു പേര് യബ്ബേസ്, വേദന തരുന്നവൻ അല്ലെങ്കിൽ വേദനിക്കുന്ന പുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അർത്ഥം വരുന്ന ഒരു പേരാണ് ഇവൻ അങ്ങ് ഇട്ടുകൊടുക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ യബ്ബേസ് വളർന്നു കഴിഞ്ഞപ്പോൾ യബ്ബേസിനെ കുറിച്ച് അവിടെ ബൈബിളിനകത്ത് സാക്ഷ്യപ്പെടുത്തുന്നതാണ്, യബ്ബേസിൻ്റെ സഹോദരന്മാരെ കഴിഞ്ഞുമൊക്കെ അവൻ എന്തായിരുന്നു, അവൻ മാന്യനായിരുന്നു എന്നും ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ യബ്ബേസിനെ കുറിച്ച് വചന പണ്ഡിതന്മാർ വേറൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഈ യബ്ബേസിന് എന്തോ ഒരു അംഗവൈകല്യം ഉണ്ടായിരുന്നു എന്നും കൂടെ അവർ പറയുന്നുണ്ട്. അത് ബൈബിളിനകത്ത് അത്ര വ്യക്തമല്ല. എനിവേ എന്തായാലും പുള്ളിനെ കുറിച്ച് അങ്ങനെയും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവനെ കണ്ടതേ അമ്മ എന്താണ്, വ്യസനപുത്രൻ, ഇവൻ എപ്പോഴും
ഒരു വ്യസനത്തിന് കാരണം തരുന്ന ഒരു പുത്രനാണെന്നുള്ള രീതിയിലാണ് ഇവന് എബേസ് എന്ന് പേരിട്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും അവൻ്റെ അവസ്ഥ അത്ര ശരിയല്ല, അവൻ്റെ അവസ്ഥ അത്ര മോശം സിറ്റുവേഷൻ ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അമ്മ പേരിട്ടതേ വ്യസനപുത്രൻ, അപ്പോൾ അമ്മയുടെ മനോഭാവവും ചിലപ്പോൾ അവനോട് അങ്ങനെ തന്നെയായിരിക്കും. അവൻ എന്നാൽ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾക്കറിയാം. ഇന്ന് അംഗവൈകല്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കും അല്ലേ. നമ്മൾക്കറിയാം ഇന്ന് ഗവൺമെൻറ് തലത്തിലൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോൾ പരിമിതി ഉള്ളവർക്ക് എന്താണ് പ്രത്യേകം ഒരു റിസർവേഷനൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി നമ്മളുടെയൊക്കെ ഒരു എന്താ പറയുക സഭകളിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് പൊതുവേ നമ്മൾ കാണുന്നത് ഈ തീരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ഒരു ശോചനീയ അവസ്ഥ അല്ലേ. അത് ചില ദൈവദാസന്മാരും അങ്ങനെയാണ്, ചില ദൈവമക്കളും അങ്ങനെയാണ്. അവരെന്താ ചെയ്യുന്നത്, ശോചനീയ അവസ്ഥ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞൊരു സഹതാപ തരംഗം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സഹതാപം അല്ലെങ്കിൽ ഒരു സഹായമൊക്കെ നേടിയെടുക്കുവാനായിട്ട് ഇവർ ശ്രമിക്കും. എന്നാൽ ചിലർ അങ്ങനെയല്ല, ചിലർ മിണ്ടത്തില്ല. അവർ എത്ര കഠിന സിറ്റുവേഷനുകളിൽ കടന്നു പോകുകയാണെങ്കിലും അവർ മിണ്ടത്തില്ല. കയ്യിലൊരു 5 പൈസ ഇല്ലെങ്കിലും അവരാരോടും പറയത്തില്ല. അവരിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ദൈവമായിട്ട് ആരോടെങ്കിലും ഇടപെട്ട് അവർക്ക് വേണ്ടുന്നത് ദൈവം ഒരുക്കി കൊടുക്കുന്ന അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാമല്ലേ. ഇവിടെയും എബേസ് എന്താ ചെയ്തതെന്നറിയാമോ, എബേസ് ചെയ്ത കാര്യം എബേസിൻ്റെ ആ ഒരു അവസ്ഥയിൽ അങ്ങ് പരിതപിച്ചിരിക്കുവാനൊന്നും പോയില്ല. പുള്ളി ചെയ്തൊരൊറ്റ കാര്യമാണ്, പുള്ളിക്ക് ആരെ അറിയാം, ഒരു ദൈവത്തെ അറിയാം. എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എൻ്റെ അവസ്ഥകൾ മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ അവനറിയാം എബേസ്. അതുകൊണ്ട് എന്ത് ചെയ്തു, എബേസ് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു ദൈവത്തിനോട് നിലവിളിച്ചോടെ അങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞത് എന്താ, ദൈവമേ അങ്ങൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ എന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ എബേസിനറിയാം എബേസ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇടുങ്ങിയ സിറ്റുവേഷനുകളിലൂടെ പോയി കഴിഞ്ഞാൽ അവൻ എന്താണ്, അവൻ അതിൽ നിന്ന് കരകയറുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്ത് വേണം, അവൻ്റെ അതിരുകളൊന്ന് വിസ്താരമാകണം. എന്ന് വെച്ചാൽ ഭൗതികമായ അനുഗ്രഹം തന്നെയാണ് അവിടെ എബേസ് ചോദിച്ചത്. എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ, ഞാൻ ഇരിക്കുന്ന ഈ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും ഒരു വിശാലത എനിക്ക് വരുത്തണമേ എന്ന് എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇനി അടുത്തത് എന്താണ്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ ഒന്ന് അങ്ങ് കാത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്തോ ഒരു അനർത്ഥം അവൻ്റെ ജീവിതത്തിലുണ്ട്. ആ ഒരു അനർത്ഥം എന്താകരുത്, അതെനിക്ക് വ്യസനത്തിന് കാരണമായി തീരരുത്, പകരം എന്താകണം, അതെനിക്ക് അനുഗ്രഹമായി തീരണമെന്ന് ഈ എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾക്ക് സ്പോട്ടിൽ മറുപടി ഉണ്ടല്ലേ. ദൈവം എബേസിൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവൻ്റെ അതിരുകളെ വിസ്താരമാക്കി. അവൻ അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ അവനെ ദൈവം കാത്തു പരിപാലിച്ചു എന്ന് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓർക്ക് ഈ ബൈബിളിൽ ഓരോ ഇൻസിഡൻറ്റുകളും ദൈവം എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്, അത് നമ്മളുടെ ജീവിതത്തിലും നമ്മൾക്കും അത് അനുഗ്രഹമാകുവാൻ വേണ്ടി തന്നെയാണ് ദൈവം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ. ഇനി അത് പല വിധത്തിലുള്ളതാകാം അല്ലേ. എൻ്റെ ആത്മീയത്തിൻ്റെ ലെവല് അതൊന്ന് വിസ്താരമാക്കണമേ, ആത്മീയത്തിൻ്റെ ലെവലൊന്ന് വിസ്താരമാക്കണമേ. അടുത്തത് എന്താണ്, എൻ്റെ മിനിസ്ട്രി ഒന്ന് വിസ്താരമാക്കണമേ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലോക്കൽ സഭയിൽ മാത്രമായിരിക്കും ഇരിക്കുന്നതും അല്ലെങ്കിൽ അസിസ്റ്റൻ്റായിട്ടായിരിക്കും ഇരിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എന്താണ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് മിനിസ്ട്രി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, അത് നമ്മളവിടെ പരിതപിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. എന്ത് ചെയ്യണം, അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ അതിര് അവിടെ നിന്ന് വിസ്താരമാക്കണം, എൻ്റെ പ്രാർത്ഥനയുടെ അതിര്, എൻ്റെ ആത്മീയത്തിൻ്റെ അതിര്, എൻ്റെ മിനിസ്ട്രിയുടെ അതിരെല്ലാം ദൈവമേ അങ്ങൊന്നും വിസ്താരമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒപ്പം എന്താണ്, നമ്മളുടെ ഭൗതിക ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഞെരുക്കം മാറ്റി കർത്താവേ അവിടെ നിന്ന് എനിക്കൊരു വിശാലത വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇനി അതുകൂടാതെ അടുത്തത് എന്താണ്, അടുത്തത് എൻ്റെ ആത്മീയത്തിൻ്റെ എന്താ പറയുക സാമ്പത്തികത്തിൻ്റെ ലെവല് അതൊന്ന് ദൈവമേ അതിൻ്റെ അതിരിനെ ഒന്ന് വിസ്താരമാക്കണമേ. ജോലി മേഖലയുടെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ. എനിക്ക് കിട്ടേണ്ട പ്രൊമോഷനുകൾ എനിക്ക് കിട്ടണം അല്ലേ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഭക്തർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അർഹതപ്പെട്ടത് നമ്മൾക്ക് നിഷേധിക്കപ്പെട്ടത് ഏതൊക്കെ ഇടങ്ങളിലാണോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അല്ലാതെ നമ്മൾ മല്ല് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ലെവല് അവിടെ ഒന്ന് ഒരു വിശാലത വരുത്തണമേ. പഠിക്കുവാൻ കഴിയാത്ത സിറ്റുവേഷനിൽ ദൈവമേ എനിക്കൊരു വിശാലത വരുത്തണമേ. അവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ, ദൈവം നമ്മളുടെ അതിരുകളെ വിസ്താരമാക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെവിടെയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടിയ ഒരു വ്യക്തിയുടെ പാസേജാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ചരിത്രമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ചരിത്രം ചുമ്മാ വായിച്ചു പോകാനല്ല കേട്ടോ. ആ ചരിത്രം നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്ന ഒരു ദൈവം
എബേസിനെ അനുഗ്രഹിച്ച അതേ ദൈവം ഇന്നും ജീവനോടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരം എന്താണ്, കുറുകിപ്പോയിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് വിശ്വസിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ചുരുങ്ങിയിരിക്കുന്ന അതിരുകളെയെല്ലാം ദൈവം ഒന്ന് വിസ്താരമാക്കണമേ എന്നും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ അതിരുകളെ വിസ്താരമാക്കി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇന്ന് പ്രത്യേകിച്ചല്ലേ ഒരു ആൻറ്റിയുടെ സ്ഥിരം അവിടെ ഇവിടെയൊക്കെ ഓരോ മെസ്സേജിൻ്റെ കീഴെ വന്നിട്ട് സ്ഥിരം ഈ പെന്തക്കോസ്തുകാരെ ഇങ്ങനെ ശപിക്കുന്നത് കാണാം. അപ്പം ഞാൻ പുള്ളിക്കാരത്തിൻ്റെ കമൻ്റ് ഒന്നും റിമൂവ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അങ്ങ് എഴുതി വെക്കുകയാണെന്ന് വെച്ചാൽ പെന്തോകസ്തുകാരുടെ പോലെ ഏതോ മംഗ്ലീഷിൽ എഴുതി വെക്കുന്ന പകുതി നമ്മൾക്ക് വായിക്കാൻ പോലും കിട്ടത്തില്ല. എന്നാലും പുള്ളിക്കാരത്തി അതിനകത്ത് എഴുതുന്നത് പെന്തോകളും പെന്തോകസ്തുകാരൊന്നും സ്വർഗ്ഗത്തിൽ പോകത്തില്ല, അവർ നരകത്തിലേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പുള്ളിക്കാരത്തി അങ്ങ് അവിടെ വന്ന് കിടന്നുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 വീഡിയോകളുടെ അടിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വായിക്കുമ്പോൾ എപ്പോഴും ചിരിയാണ് വരുന്നത്. ഞാനത് റിമൂവ് ആക്കിയിട്ടില്ല, അതവിടെ തന്നെ കിടപ്പുണ്ട്, മംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വേണം അത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, പൊതുവേ അങ്ങനെയാണല്ലേ, നമ്മളെ നോക്കിയിട്ട് പറയും, ഓ ഒരു ശപിക്കപ്പെട്ട കൂട്ടമാണ്. നമ്മൾ പറയും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണെന്ന്, പക്ഷേ പുറത്തുള്ളവർ പറയും അതൊരു ശപിക്കപ്പെട്ട കൂട്ടമാണെന്ന് പറയും. അങ്ങനെ പല വിധത്തിൽ നമ്മളെ നോക്കി പരിഹസിക്കുന്നവരുണ്ടാകും, നിന്ദിക്കുന്നവരുണ്ടാകും. ഇത് നമ്മളുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല, ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അത് ആരുമാകട്ടെ, ബന്ധുക്കൂസുകാരോ ക്രിസ്ത്യാനികളോ ആരുമാകട്ടെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആകട്ടെ, നമ്മളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ മറ്റുള്ളവർ നമ്മളെ ഇങ്ങനെ നിന്ദിച്ചും പരിഹസിച്ചും ഒറ്റപ്പെടുത്തിയും ഒക്കെ ഇട്ടിട്ടുണ്ടോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് ആത്മീയ ജീവിതത്തിൻ്റെ ആണെങ്കിലും ഭൗതിക ജീവിതത്തിൻ്റെ ആണെങ്കിലും അതിരുകളെ വിസ്താരമാക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളുടെ അതിര് വിസ്താരമായി കഴിയുമ്പോൾ എന്താണെന്നറിയാമോ, നമ്മളെ ശപിച്ചു വരും, നമ്മളെ നോക്കി കളിയാക്കി വരും, നമ്മളെ നോക്കി കുറ്റം പറഞ്ഞവരും ഒക്കെ നാളെ എന്ത് ചെയ്യും? അവരങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു പോയി കേട്ടോ, അവരെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു കേട്ടോ എന്ന് പറയും. അപ്പോൾ ഓർക്കുക, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമേ, ഞാൻ അങ്ങയെ തേടി ഇറങ്ങിയിട്ട് കർത്താവേ, അങ്ങയുടെ നാമം ദുഷിക്കപ്പെടുവാൻ അനുവദിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മൾക്ക് ഉയർച്ചയുണ്ടാകണം. നമ്മൾ ഒരാളുടെ അടുത്ത് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് നമ്മൾ സുവിശേഷം പറയാൻ പോകുന്നതെങ്കിൽ അത് കേൾക്കുന്നവർക്ക് അങ്ങ് ഏറ്റെടുക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, അല്ലേ? അത് സത്യമായ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് നോക്കിക്കും. നമ്മൾ എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും നമ്മൾ സെറ്റപ്പായിട്ടുള്ള ഒരു ദേവദാസം വരുമ്പോൾ നമ്മൾ അവർ പറയുന്നതൊക്കെ ഏറ്റെടുക്കുക, നമ്മൾക്കൊരു ഉത്സാഹം കൂടുതലായിരിക്കും. എന്നാൽ ആകെപ്പാടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു ദേവദാസൻ മർമ്മങ്ങൾ പറഞ്ഞാൽ പോലും എന്താണ്, നമ്മൾക്ക് ചിലർക്ക് അങ്ങ് ചിലരത് നന്നായിട്ട് ഏറ്റെടുക്കും, എന്നാൽ ചിലർക്ക് അതങ്ങ് ഏറ്റെടുക്കാൻ അത്ര അങ്ങ് വരത്തില്ല. എന്നാൽ ആത്മീയ കാഴ്ചപ്പാടില്ലാത്തൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭൗതിക നന്മകളൊന്നുമില്ലാതെ നമ്മൾ സുവിശേഷം പറയാൻ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചോദിക്കും? അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ആരാധിച്ചിട്ട് എന്ത് കിട്ടി? നമ്മൾക്കറിയാം നമ്മൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങളും ആത്മീയ സന്തോഷങ്ങളും നമ്മൾക്കറിയാം. എന്നാലും അവർ നമ്മളോട് ചോദിക്കും, അത് അവർക്കറിഞ്ഞുകൂടാ. അവർ ചോദിക്കും, ഭൗതികമായി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾക്ക് എന്തുണ്ട്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ എത്തി? നിങ്ങളുടെ ലൈഫ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുവാനായിട്ട് ഇടവരും. അപ്പോൾ അങ്ങനെ ഒരു ഇടം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം എന്താണ്? ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതും സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ റിച്ചസിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമൃദ്ധിയുടെ സുവിശേഷത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് വേറെ ലെവലാണ്. അത് എന്താ പറയുക, ആത്മീയത്തിലോട്ട് പോകുന്നേ ഇല്ല. സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്നത് വെറും ഭൗതികത്തെ മാത്രം ലക്ഷ്യമിട്ടിരിക്കുന്നത്, അതല്ല ഞാൻ പറയുന്നത്. ഒരു ദൈവപൈതലിന് ദൈവം എന്താണ്? ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തത് എന്താണ്? നമ്മൾ വിശ്വസിക്കണം. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുക. രണ്ടാമത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. എബേസിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അവിടെ തന്നെ ഒന്ന് അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണം. പിന്നെ എന്താണ്? അനർത്ഥം വ്യസന കാരണമായി തീരാതവണ്ണം അവിടെ തന്നെ ഒന്ന് കാത്തുകൊള്ളണം. എന്ന് വെച്ചാൽ അനർത്ഥങ്ങൾ ശത്രുവായവൻ കൊണ്ടുവരും. ആ അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ അത് പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ്, അവർ എന്താ പറയുക, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ ഇടവരരുത്. അതുകൊണ്ട് അനർത്ഥം വ്യസന കാരണമായി തീരാതവണ്ണം ദൈവമേ അവിടെ തന്നെ ഒന്ന് സംരക്ഷിക്കുമാറാകണം. എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമാറാകണമേ. എൻ്റെ തലമുറകളെ, പ്രിയപ്പെട്ടവരെ, പേരൻസിനെ എല്ലാം ദൈവമേ ഒന്ന് സംരക്ഷിക്കണം. എൻ്റെ ചുറ്റുമുള്ളവരെ എല്ലാം ഒന്ന് അനുഗ്രഹിക്കണമെന്നും നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രാർത്ഥിച്ച നന്മയുടെ വാക്കുകൾ, അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് തുടങ്ങിക്കുക, നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിക്കുക. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവത്താൽ എൻ്റെ പേരൻസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സുഹൃത്തുക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ചുറ്റുമുള്ളവർ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ആയിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കും. ലെവൽ മാറുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും കേട്ടോ.
കാരണം എബേസിൻ്റെ ദൈവം, എബേസിനെ അനുഗ്രഹിച്ച ദൈവം എന്നും നമ്മളുടെ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുവാൻ, പോസിറ്റീവായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ദൈവമേ, എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, യഹോവയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ദീർഘായുസോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ അനുഭവിച്ച് അതിനെ ഞാൻ വർണ്ണിക്കും. അതൊക്കെ നമ്മൾ വചനമുണ്ട്, അതൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ നമ്മുടേതായ വേർഷനിലും കൂടി ഒന്ന് പറഞ്ഞ് നമ്മളൊന്ന് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇനി നമ്മളുടെ തലമുറകളും എവിടെയും എത്തിയിട്ടില്ല, എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞ് നന്നായി പഠിക്കും, അതൊരു അനുഗ്രഹിക്കപ്പെട്ട പൈതലാണ്. ഇതൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ജീവിതത്തിൻ്റെ ലെവൽ മാറുന്നത് കാണുവാനായിട്ട് കഴിയും. ഓർക്കുക, നമ്മുടെ ഭൗതികത്തിൽ മാത്രം ലക്ഷ്യം വെക്കരുത്. ദൈവത്തിൻ്റെ വചനമുണ്ട്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം സകലതും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആദ്യം ആത്മീയ ജീവിതത്തിൻ്റെ ലെവലൊന്ന് ഉയരണം. അതിനുശേഷം നമ്മൾ എന്താണ് ഇത് നമ്മൾ ചോദിക്കണം. ഭൗതികവും നമ്മൾ ചോദിക്കണം. ദൈവം അതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനായൊരു ദൈവമാണ് നമ്മൾക്കുള്ളതെന്നും നമ്മൾ മറക്കരുത്. ആത്മീയത്തിൻ്റെ ഭൗതികത്തിൻ്റെ അതിരുകളെ വിസ്താരമാക്കുന്ന ഒരു ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിശ്ചയം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.